നാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ 13-ാമത്തെ അധ്യായം ചേതനയുടെ ഒരു കിരണം. അധ്യായം 13. ചേതനയുടെ ഒരു കിരണം. ദേഹത്തിൻ്റെ അതിർവരമ്പുകൾ പൊളിഞ്ഞു തകരുമ്പോൾ ആത്മാവിലേക്ക് കയറി വരുന്ന കാറ്റുപോലെ സൽമയുടെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം പിറവിയെടുത്തിരുന്നു. അത് ഒരു കുളിർ കനലായിരുന്നു. ദഹിപ്പിക്കാത്ത തീയും വേദനിപ്പിക്കാത്ത ഓർമ്മയും ചേർന്ന കുളിര്. ഹൈദറിൻ്റെ കണ്ണുകളിൽ അവൾ വീണ്ടും മുസ്തഫയെ കണ്ടു. പക്ഷേ ഇപ്പോഴത് കിടക്കയിലോ വേരിലോ അല്ല, ആത്മാവിൻ്റെ തുറന്ന കുളത്തിൽ. നിന്റെ ഉള്ളിൽ ഞാൻ ഇനിയും ജീവിക്കുന്നുണ്ടോ? ഹൈദർ ചോദിച്ചു. അതെ, സൽമ ചുണ്ടുകൾക്കിടയിലൂടെ മൊഴിഞ്ഞു. പക്ഷേ അതൊരു പാപഭാവം പോലെ, ഒരു കിനാവിനെ ഇരുട്ടിൽ സൂക്ഷിക്കേണ്ടി വന്ന വേദന പോലെ. ദേവദാരുവിൻ്റെ നീണ്ട നിഴൽ ഭൂമിയോളം നീണ്ടു. ആ ദിവസം സർവശക്തിയുമായി കാറ്റു വീശിയപ്പോൾ ദേവദാരുവിൻ്റെ വേരുകൾ പുറത്തേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. പച്ചവേലികൾ പിളർന്ന് ഒരു കനലായ കായം പുറത്ത് പെട്ടെന്ന് തെളിഞ്ഞു. ഹൈദർ അതിനടുത്ത് ചെന്ന് അതെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ കീറിക്കിടക്കുന്നൊരു വെളിച്ചം പടർന്നു വന്നു. ഇത് വേദനയല്ല, ഇതതിൻ്റെ സാക്ഷ്യമാണ്. അവിടെ നിന്ന് ഉയർന്നത് ഒരു കിരണം, ഒരു ദീർഘമായ ശ്വാസം പോലുള്ള ചിന്താവശിഷ്ടം, ചേതനയുടെ പുനർജന്മം. ആ വെളിച്ചം സൽമയുടെ കാൽത്താഴെ പടർന്നപ്പോൾ അവളെ കയ്യിൽ എഴുന്നേൽപ്പിച്ചു. ഇത് എത്രയോ നേരം ഞാൻ കാത്തിരുന്നതാണ്. മരിച്ചുപോയ ആത്മാവിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു കിരണം. അതേസമയം ഹൈദറിൻ്റെ മുഖം മാറി. അവൻ ഉറങ്ങുന്നതുപോലെ നോക്കിയപ്പോൾ ഒരു ശ്വാസം അതിനാൽ പുറത്തുവിടപ്പെട്ടു. അതോ ഇത് മുസ്തഫയുടെ അവസാന ശ്വാസമോ? ആശ്രമത്തിലേക്ക് തിരികെ ചെന്നപ്പോൾ ഗുരു അവളെ നോക്കി. നീയിപ്പോൾ പൂർണ്ണതയിലേക്കാണ്. മിസ്റ്റിക് യാത്രയുടെ അവസാനത്തെ വാതിൽ നീ കടന്നിരിക്കുന്നു. ദേഹത്തിൻ്റെ അതിർവരമ്പ് പിന്നിട്ട് നീ ചേതനയായി മാറുകയാണ്. അതോടെ ഇനി ഒന്നു തന്നെ ബാക്കി, വിട പറയൽ. അവസാന യാത്രയ്ക്ക് ഒരുങ്ങുകയായി. സൽമ ഒരാന്തമായ ഇടത്തുനിന്ന് നോക്കി. മുസ്തഫയുടെ ശബ്ദം, ഹൈദറിൻ്റെ നേർദൃശ്യം, വേദനയുടെ പശ്ചാത്തലം. അവളെല്ലാം അടച്ചു വെച്ചു. ഒരു വാക്കുരിയാടി. ഞാൻ സാക്ഷിയാണ്. ഒരാളെ പ്രണയിച്ചതിന്, ഒരാളുടെ മരണത്തിൽ നിന്ന് നേടിയതിന്, മരണം പോലും അവനെ എൻ്റെ ഉള്ളിൽ നിന്നും മാറ്റാൻ കഴിയാത്തതിന്. ഇനി ജീവൻ മുതൽ ആത്മാവ് വരെ സൽമയുടെ യാത്ര പൂർത്തിയാകാനുള്ള സമയം. ഹൈദറിൻ്റെ അന്തിമവാതിൽ തുറക്കപ്പെടും. ദേവദാരുവിൻ്റെ നിഴലിൽ നിന്നുള്ള സാക്ഷി